മരണത്തിന്റെ കരങ്ങൾ തൊട്ടുവിളിച്ചപ്പോൾ സ്വന്തം ആയുസ് അന്യനെ വെച്ചു നീട്ടി പുഞ്ചിരിയോട് ഒലിച്ചുപോയൊരു ധീരന്റെ ഓർമ്മയിൽ കണ്ണൂരും തിരുവനന്തപുരവും വിങ്ങിപ്പൊട്ടുകയാണ്. പ്രളയം കലുതുള്ളി പെയ്ത പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മരണമുഖത്തു നിന്നും മറ്റൊരാളെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ താൻ ധരിച്ചിരുന്ന സുരക്ഷാ കവചം അഴിച്ചു നൽകി പ്രളയജലത്തിന്റെ ആഴങ്ങളിലേക്ക് താണുപോയ ആർ രാജേഷ് എന്ന 36-കാരൻ മലയാളി മനസ്സാക്ഷിയാകെ കണ്ണുനീരിലാഴ്ത്തുകയാണ്. തിരുവനന്തപുരം നേമം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരന്റെയും ഗീതയുടെയും മകനായ രാജേഷ് ചെറുപുഴ മീന്തുള്ളിയിൽ വെച്ചാണ് നാടിനെ ഒന്നാകെ നടുക്കിയ ദുരന്ത രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ വെടിഞ്ഞത്. ഒരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം പ്രാണൻ ബലി കൊടുത്ത ആ സാഹസിക യുവാവിന്റെ വിയോഗം സൃഷ്ടിച്ച ആഘാതം ഉറ്റവർക്കും നാടിനും താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഓഗസ്റ്റ് 1 വൈകുന്നേരം 5 മണിയോടെയാണ് ഒരു നാടിന്റെയാകെ നെഞ്ചു പിളർക്കുന്ന ആ ദാരുണ സംഭവം അരങ്ങേറുന്നത്. തോരാതെ പെയ്ത മഴയിൽ കരകവിഞ്ഞൊഴുകിയ മീന്തുള്ളിപ്പുഴയ്ക്കും കർണാടക വനത്തിനുമിടയിലെ കൊച്ചു തുരുത്തിൽ ഒരു മനുഷ്യൻ കടുത്ത മരണഭയത്തോടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന വാർത്തയറിഞ്ഞാണ് രാജേഷും സുഹൃത്തും മനുവും അങ്ങോട്ട് കുതിച്ചെത്തുന്നത്. 61-കാരനായ ബെന്നി എന്ന കൃഷിക്കാരൻ തുരുത്തിലെ കൃഷിയിടത്തിൽ മോട്ടോർ വെക്കാൻ പോയതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ കരയിലേക്ക് മടങ്ങാനാകാതെ കഴുത്തൊപ്പം ഉയർന്ന വെള്ളത്തിൽ ഒരു തെങ്ങിൽ പിടിച്ചു ജീവനായി കേഴുകയായിരുന്നു അദ്ദേഹം. സാഹസിക കായിക ഇനങ്ങളുടെ പരിശീലകനും തികഞ്ഞ നീന്തൽ വിദഗ്ധനുമായ രാജേഷ് ഒട്ടും സമയം കളയാതെ റാപ്പിംഗ് റോപ്പും എടുത്ത് സുരക്ഷയ്ക്കായി ലൈഫ് ജാക്കറ്റും ധരിച്ച് കലുതുള്ളുന്ന പ്രളയജലത്തേക്ക് എടുത്തുചാടി. മരണവും ജീവിതവും തമ്മിലുള്ള സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വടം തെങ്ങിൽ ബന്ധിച്ച് ജീവനു വേണ്ടി വെമ്പുന്ന ബെന്നിയുടെ അടുത്തേക്ക് രാജേഷും മനുവും എത്തിപ്പെട്ടു. എന്നാൽ ബെന്നിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് അഴിച്ച് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ രാജേഷ് ഒരു നിമിഷം പോലും മടിച്ചില്ല. സ്വന്തം സുരക്ഷയേക്കാൾ മറ്റൊരാളുടെ ജീവനാണ് വലുതെന്ന് ഉറച്ചു വിശ്വസിച്ച ആ ധീരൻ സുഹൃത്ത് മനുവിന്റെ സഹായത്തോടെ ബെന്നിയെ സുരക്ഷിതമായി മറുകരയിലേക്ക് കയറ്റിവിട്ടു. താൻ കാരണം മറ്റൊരാൾക്ക് പൊതുജീവൻ ലഭിച്ചുവെന്ന ആശ്വാസത്തിൽ തിരികെ നീന്താൻ ശ്രമിച്ച രാജേഷിനെ പക്ഷേ പ്രകൃതി കാണിച്ചത് കൊടും ചതിയായിരുന്നു. റോപ്പിൽ പിടിച്ചു കരയിലേക്ക് നീന്തുന്നതിനിടെ അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ ശക്തമായ മലവെള്ളപ്പാച്ചിൽ രാജേഷിനെ ഒഴുക്കിക്കൊണ്ടുപോയി. കരയിലുണ്ടായിരുന്ന മനു വടം പരമാവധി ശക്തിയിൽ വലിച്ച് രാജേഷിനെ രക്ഷിക്കാൻ ആവത് ശ്രമിച്ചെങ്കിലും പ്രളയജലത്തിന്റെ അടിയൊഴുക്കിൽ ആ പിടുത്തം വിട്ടുപോയി. നിമിഷങ്ങൾക്കകം ആ ധീര യുവാവ് പ്രളയജലത്തിന്റെ കയങ്ങളിലേക്ക് മറിഞ്ഞു. ത്രോബോൾ ദേശീയ ടീം അംഗം കൂടിയായ രാജേഷ് മീന്തുള്ളി വെള്ളച്ചാട്ടത്തിലെ സാഹസിക വിനോദങ്ങളുടെ ഇൻസ്ട്രക്ടറായാണ് മാസങ്ങൾക്ക് മുൻപ് ചെറുപുഴയിലെത്തുന്നത്. മഴ ശക്തമായതോടെ കായിക വിനോദങ്ങൾ നിർത്തിവെച്ചെങ്കിലും നാട് ദുരന്തമുഖത്തായപ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആ മനുഷ്യസ്നേഹിക്ക് കഴിഞ്ഞില്ല. സ്വന്തം പ്രാണൻ നൽകി തനിക്ക് ജീവൻ വെച്ച് നീട്ടിയ രാജേഷിന്റെ ഓർമ്മയിൽ കരഞ്ഞു തളരുകയാണ് ബെന്നിയും കുടുംബവും. രാജേഷിന്റെ ധീരമായ ത്യാഗത്തിൽ ശശി തരൂർ MP ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുൻപ് രാജേഷിനെ കാണാതായ സമയത്ത് അസാമാന്യ ധീരത കാട്ടിയ യുവാവിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തരൂർ പങ്കുവച്ച കുറിപ്പ് ഏവരുടെയും കണ്ണു നനയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാജേഷിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തെ സ്വന്തം വസതിയിലേക്ക് കൊണ്ടുപോയി. ഭാര്യ ഷാഫിയയും ആർഷൻ, അഭിഷേക് എന്നീ കൊച്ചുമക്കളും ഉറ്റവരും കണ്ണീരോടെ അദ്ദേഹത്തിന് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയാണ്. പ്രളയജലം ഇറങ്ങിപ്പോയാലും മറ്റൊരാൾക്ക് ശ്വാസം നൽകാൻ സ്വന്തം പ്രാണൻ ഉപേക്ഷിച്ച രാജേഷ് എന്ന ധീരൻ മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി ജീവിക്കും.